ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടില്ല എന്താ വെച്ചാൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഗെറ്റ് റെഡി വിത്ത് മീ അല്ല ഗൈസ്, നമ്മളെ ബേബിനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ അത്ര വലിയ ഒരുക്കൊന്നുമില്ല, ജസ്റ്റ് ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും പിന്നെ കുറച്ച് ലിപ്സ്റ്റിക്കും ഇട്ടുകൊണ്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മസാജ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം ഗൈസ്. അപ്പോൾ സൺസ്ക്രീനും പിന്നെ മുടി ഒന്ന് സെറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് പരിപാടികളുള്ളൂ. ഔട്ട്ഫിറ്റ് തന്നെയാണ് വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇനി സൺസ്ക്രീൻ യൂസ് ചെയ്യാം. നമ്മൾ ഡോക്കിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് കുറച്ച് അപ്ലൈ ചെയ്യാം. ഈവനിങ് ആണ് പോണത്, അപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. നമ്മൾ 3 ഫിംഗർ റൂളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പകൽ നട്ടുച്ചക്കൊക്കെ ഇറങ്ങുമ്പോൾ ഓക്കെ. ഇപ്പം ഞാൻ ഈവനിങ് ആണ് പുറത്തിറങ്ങുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതും അപ്ലൈ ചെയ്യാം. പിന്നെ കണ്ണുമ്പോൾ കുറച്ച് മിനുക്ക് പണികളും ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അറിയില്ല, അത് കണ്ട എനിക്ക് ഇങ്ങനെ ചെയ്യണം തോന്നുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഐ ഷാഡോ ചെയ്തു, പിന്നെ ലിപ്സ്റ്റിക്കും ഇട്ടു, ഹെയർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയും ചെയ്തു. ഇതാണ് നമ്മളെ ഗെറ്റ് റെഡി വിത്ത് മീ. 5 മിനിറ്റിൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ ഇതാണ് നമ്മളെ കണ്ണുമുള്ള മിനുക്ക് മണി എന്ന് പറഞ്ഞത്. നമ്മൾ ചെറിയ രീതിയിലൊരു ഐ ഷാഡോ ഇടുന്നുണ്ട്. അത് ചെറിയ രീതിയിലാണ്, മറ്റേ ഓവറായിട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ കുട്ടിയെ കാണാനല്ലേ, വേറെ എവിടേക്കും പോകണമെന്നില്ലല്ലോ. സോ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ പിന്നെ ലിപ്സ്റ്റിക്ക് ഇടുക. നമ്മുടെ പരിപാടി ഇവിടെ ഖലാസ് നിക്കാലാവും. അങ്ങനെ നമ്മുടെ കണ്ണമീൻ ജസ്റ്റ് മിനുക്ക് പണി ചെയ്തു, ലിപ്സ്റ്റിക്ക് ഇട്ടു. ഓക്കെ, നമ്മുടെ മേക്കപ്പ് ഇത്രേ ഉള്ളൂ. ലിപ്പ് ലൈനർ ഇടണം. ലിപ്പ് ലൈനർ നിർബന്ധമാണ്. മോനെയൊന്നുമില്ല, എന്നാലും നമ്മളുള്ളത് വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ കൂർപ്പിച്ചിടാനുള്ളൊരു ടൈമൊന്നും എനിക്കില്ല. നിങ്ങൾ കുട്ടീനെ കാണാനുള്ള ഒരു ആക്രാന്തം നിങ്ങൾ മനസ്സിലാക്കണം. 2-3 ദിവസമായി കണ്ടിട്ട്. സോ കുട്ടീനെ കാണാൻ വേണ്ടി പോവാണ്. നമ്മളെ ഫാമിലിയിൽ 23 വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞു ബേബി വന്നതല്ലേ, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും അവിടെ ഉണ്ടേനു. അപ്പോൾ ഞാനും ആ എക്സൈറ്റ്മെൻറ്റിൽ കുട്ടീൻ്റെ എതുക്ക് വേഗം പോകണം എന്നുള്ള ചിന്തയായിരുന്നു. 2-3 ദിവസമായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് റെഡി ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് ഹെയറും കൂടി സെറ്റ് ചെയ്യണം. സോ നമുക്ക് ഹെയർ സെറ്റ് ചെയ്തിട്ട് കാണാം. ഓക്കെ, അപ്പം നമ്മുടെ ഗെറ്റ് റെഡി കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് നമുക്ക് ബേബിൻ്റെ അടുത്തേക്ക് പോവാം. കയ്യിലൊരു ആക്സസറി ആയിട്ട് വാച്ച് ഉണ്ട്, താഴത്താണ്. സോ അപ്പം നമുക്ക് പോയാലോ? ഓക്കെ, ഞാൻ നൈസിൽ ചെറിയൊരു ഡയറ്റ് പ്ലാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാത്രിക്കത്തെ ഫുഡായിട്ട് കരുതിയിരിക്കുന്നത് കക്കരിക്ക, ക്യാരറ്റ്, അതേപോലെ ഉള്ളി വെച്ചിട്ട് ഒരു സലാഡാണ് വിചാരിച്ചിട്ടുള്ളത്. സോ നമുക്കിത് പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ 6 മണി ആയിട്ടുണ്ട്. 7 മണിയുടെ മുന്നേ ആയിട്ട് ഭക്ഷണം കഴിക്കണം. സോ എനിക്ക് അവിടെ പോയി വന്നിട്ട് കഴിക്കാനുള്ള സമയം ഉണ്ടാവില്ല വിചാരിച്ചിട്ട് ഞാൻ പാക്ക് ചെയ്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. സോ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്റ്റോറേജിലാക്കിയിട്ട് നമുക്ക് ബേബിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാം. അവിടുന്ന് ഒരു 7 മണിയുടെ മുന്നേ ആയിട്ട് നമുക്കിത് കഴിക്കാം. സോ ഇതാണ് സംഭവം. ഇതൊക്കെ ഇനി കുറച്ച് നമ്മൾ തൈര് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണുണ്ട്. ബട്ട് ഞാൻ ആഡ് ചെയ്യുന്ന വീഡിയോ എടുത്തില്ല. സോ നമ്മൾ പേടകത്തിൽ പോയിക്കൊണ്ടിരിക്കണം. ഞാനും ഡാഡിയാണ് പോണത്. ഡാഡിക്ക് എന്തോ മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു. അതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് കുട്ടിനെ കാണാനുള്ള മെയിൻ. അപ്പം ഞാൻ എൻ്റെ ചൊർക്ക് നോക്കി നിൽക്കണം. ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒപ്പം ചൊല്ലിക്കൊണ്ടിരുന്നപ്പോഴാണ് വണ്ടിയുടെ ഇന്ധനം കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇന്ധനം ഇല്ലാതെ വണ്ടി മൂവ് ആവില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ എണ്ണ അടിച്ച് അങ്ങനെ പോയി. ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞില്ലേ. എനിക്ക് അന്ന് എന്തോ ഭംഗി തോന്നിയത്. ബൈക്കൊരു പ്രശ്നം ഉണ്ടായി. എന്താ സംഭവം, ഒരു സ്കൂട്ടിയും ബൈക്കും കൂടി കൂട്ടിയിടിച്ച്. ആരുടെയോ ഭാഗ്യം, ഒന്നും ആർക്കും സംഭവിച്ചില്ല, അൽഹംദുലില്ലാ. അങ്ങനെ ഞാൻ കുറച്ചു നേരം കാഴ്ച കണ്ടു നിന്നു. പിന്നെ മനസ്സിലായി കാഴ്ച കണ്ടു നിന്നിട്ട് കാര്യമല്ല, നമുക്ക് കുട്ടിൻ്റെ അടുത്ത് എത്തണമെന്ന്. ഇവിടെ എത്തിയേക്ക് വാപ്പ എന്നോട് പറഞ്ഞു ഇവിടെ ഇറങ്ങി നടന്നു. വാപ്പാക്ക് വേറെ പരിപാടി ഉണ്ട്. ഞാൻ പിന്നെ പഴയ ജിംനാസ്റ്റി ആയതുകൊണ്ട് നടക്കണേന് എനിക്ക് പ്രശ്നമൊന്നും, കുറച്ച് നടക്കാനുള്ളൂ. സോ അങ്ങനെയൊക്കെ നമുക്കിനി ബേബിനെയൊക്കെ കാണാം. ഓക്കെ, കുറച്ച് നടക്കാണ്ട് ഗൈസ്. ബാങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും കയ്യിലെന്താ, കയ്യിൽ ബാക്കിയുള്ള ഡ്രസ്സാണ് ഗൈസ്. അപ്പോൾ ഇവിടെ വന്ന് കൂട്ടിയിരുന്നിട്ട് കുറേ ദിവസമായി. ഭയങ്കര മടിച്ച് കഴിക്കാതോ, ഡ്രസ്സ് കൊണ്ടുവരും തിരുമ്പാൻ വയ്യായിരുന്നു എന്നോട്. പിന്നെ പാവല്ലേ, എന്നും ഈ പണിയെടുത്ത് മകം വേണ്ടേ റെസ്റ്റ്. സോ നമ്മളിവിടെ എത്തി ഗൈസ്. ഓക്കെ, അവിടെ ചെന്നപ്പോൾ പിന്നെ ഞാൻ ആർക്കും കുട്ടീനെ തരില്ല പറഞ്ഞു. ഞാൻ കൈക്കലാക്കി. ഞാൻ പോരും വരെ എൻ്റെ കയ്യിലായിരുന്നു കുട്ടി. ബാബിയുടെ കൈയിൻ്റെ ചൂട് ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നു. എൻ്റെ കയ്യിലെത്തിയാൽ ബേബി നല്ല ഉറക്കമായിരിക്കും. ഉറക്കമുണരാൻ ഞാൻ നല്ല വികൃതി ആട്ടിട്ടുണ്ട്. പക്ഷെ ആളെന്തോ ഒരു കുലുക്കമല്ല ഗൈസ്. അവൻ നല്ല ഉറക്കത്തില്ല. ഞാൻ അവൻ്റെ ചുണ്ടിലൊന്ന് തൊട്ടപ്പത്തിന് അവൻ്റെ ചുണ്ടൊന്ന് കൂർപ്പിച്ച് നിർത്തി. അവൻ്റെ കുറ്റം കാണിച്ചു കൊടുക്കുന്നത് ഞാൻ. എന്തായാലും ഞാൻ മുടിയൊക്കെ വാർന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുട്ടീനെ കിട്ടിയ പിന്നെ ഭയങ്കര ഹാപ്പിയാണ്. എന്താണെന്നറിയില്ല, അവൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. മാഷാ അല്ലാ. ഞാനെന്തോ അവൻ്റെ ഒരു കുറ്റം പറഞ്ഞ് ചിരിക്കുകയാണ്.
എല്ലാവരും ഉണ്ടായിരുന്നു, ഉമ്മി എല്ലാവരും ഉണ്ടായിരുന്നു. കുട്ടിക്ക് ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അവന് മരുന്ന് കൊടുക്കൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അവന് എന്തോ കയ്പുള്ള ഒരു മരുന്ന് കൊടുത്തിട്ട് തുപ്പാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ മരുന്ന് കുടിക്കുന്ന എല്ലാവരും പാടെ എന്നെ രംഗം നമുക്ക് കാണാം. ഓക്കെ, ഞാൻ കുടിക്കൂല എന്നുള്ള ഭാവത്തിലായിരുന്നു ഇരുന്നത്. എനിക്ക് പനി മാറണ്ട, മരുന്ന് വേണ്ട എന്നുള്ള ഭാവത്തിലായിരുന്നു അവന്. പക്ഷേ നമ്മൾക്ക് കൊടുക്കല്ല, നിവർത്തില്ലല്ലോ. ചുണ്ട് കൂട്ടി പിടിച്ചൊക്കെ ചെയ്തു ആദ്യം വേണ്ട പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ വലിയൊരു പ്രക്രിയ കഴിഞ്ഞു എന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു. പക്ഷെ അവൻ തിരിച്ച് തുപ്പി ഗൈസ്. മരുന്നിൻ്റെ കഴിപ്പ് കൊണ്ടായിരിക്കാം അവന് ഇറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ വിട്ടുകൊടുത്തില്ല, നമ്മൾ വീണ്ടും അത് ഇതാക്കി. അവൻ്റെ എക്സ്പ്രഷനാണ് ആ കാണുന്നത് ഗൈസ്, നിങ്ങളിത് കാണുക. അങ്ങനെ അവൻ്റെ മരുന്നുകൂടി പരിപാടി എനിക്ക് കണ്ണു തുറന്നു ഗൈസ്. അങ്ങനെ കണ്ണു തുറന്നിട്ട് എല്ലാവരും ഒരു നോട്ടാണ്, നിങ്ങളെല്ലാവരും കൂടെ എന്നെ അങ്ങനെ ഒരു നോട്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഓൻ്റെ മരുന്നുകൂടൽ പരിപാടി എനിക്ക് ഞങ്ങൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് തിരിച്ചു. ഇനി അവിടെ നിന്നിട്ട് കാര്യമല്ല, ചെക്കനെ ഉറങ്ങണ സമയമായി. പിന്നെ ഇപ്പോൾ അവിടെ ഉറങ്ങണ സമയത്ത് നിന്നിട്ട് കാര്യമല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല. ചെറുക്കം പിന്നെ നമ്മൾ ആ കയ്പ്പ് മാറാൻ വേണ്ടി കുറച്ച് മുലപ്പാലും കൊടുക്കുന്നുണ്ട് ഗൈസ്. പക്ഷെ ഓനക്ക് വേണ്ട, നിങ്ങൾ പഴയ സാധനം തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓൻ തട്ടണമൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കിത് കുടിപ്പിക്കല്ല, വേറെ നിവർത്തിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ആ പാലെടുത്തേക്ക് ഓന് ഓക്കെ ആയി, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അടുത്ത വീഡിയോ വരെ ബായ്.